തർക്കം തുടരുന്ന സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്ക് പുതിയ ചുമതല. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ വികാരിയായാണ് നിയമനം. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി മാർപ്പാപ്പ അംഗീകരിച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതിരൂപത ആസ്ഥാനത്ത് സംഘർഷം തുടരുന്നതിനിടെയാണ് പുതിയ തീരുമാനം. വിവരങ്ങളുമായി YS അഭിനന്ദ് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വന്ന പ്രതിഷേധങ്ങൾ, അതിൽ ഈ വിമത വിഭാഗം വൈദികർക്കും പ്രതിഷേധക്കാർക്കും അൽമായ മുന്നേറ്റത്തിനുമൊക്കെ എതിർപ്പുണ്ടായിരുന്നത് ബോസ്കോ പുത്തൂരിനോടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ തീരുമാനത്തോട് പ്രതിഷേധം നടത്തുന്ന അൽമായ മുന്നേറ്റവും വൈദികരും എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഗോകുൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നേതൃമാറ്റം വരികയാണ്. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ പദവി ഒഴിവാക്കി ഇപ്പോൾ ബോസ്കോ പുത്തൂരിന്റെ രാജി മാർപ്പാപ്പ അംഗീകരിച്ചിരിക്കുന്നു. പകരം ചുമതലയിലേക്ക് വരുന്നത് മാർ ജോസഫ് പാംപ്ലാനിയാണ്. YS അഭിനന്ദ് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ പുതിയ തീരുമാനത്തോട്, ഭരണമാറ്റത്തോട് എങ്ങനെയാണ് പ്രതിഷേധിക്കുന്ന അൽമായ മുന്നേറ്റത്തിന്റെയും വൈദികരുടെയും പ്രതികരണം? ഗോകുൽ, ഇന്ന് രാവിലെ മുതലാണ് എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം സമാനമായ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിലേക്ക് പോയത്. കഴിഞ്ഞ ജനുവരി 9 മുതൽ ആരംഭിച്ചതാണ് 21 വൈദികരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം. ഇതിനകത്ത് പ്രധാനമായും ഇവർ ഉന്നയിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ ഏകാധിപത്യ നിലപാടുകളാണ് നടന്നുകൊണ്ട് പോകുന്നത്. ആ തീരുമാനങ്ങൾക്കെതിരെയാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഓരോ ദിവസം കഴിഞ്ഞും സമരവുമായി മുന്നോട്ട് പോകുന്നതെന്നായിരുന്നു അവർ പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഇന്നൊരു കയ്യാങ്കളിയിലേക്ക് ഉൾപ്പെടെ പോകുന്നത്.